ഹലോ എവരി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SUOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ 4th സെമസ്റ്ററിലുള്ള അവരുടെ ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ബ്ലോക്ക് 1 ആയിട്ടുള്ള ബേസിക്സ് ഓഫ് ജേർണലിസം എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 2 ആയിട്ടുള്ള റോൾ ആൻഡ് റെലവൻസ് ഓഫ് ജേർണലിസം എന്നുള്ള യൂണിറ്റാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ യൂണിറ്റ് 1 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവല്യൂഷൻ ഓഫ് ജേർണലിസം ആയിരുന്നു. അതായത് ആദ്യം വന്നത് പ്രിന്റിംഗ് എറയായിരുന്നു, അതിനുശേഷം നമ്മുടെ റേഡിയോ വന്നു, അതിനുശേഷം ടെലിവിഷൻ വന്നു, തന്നെ ഇൻ്റർനെറ്റ് വന്നു. എങ്ങനെയാണ് ജേർണലിസം ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിക്ക് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 നോക്കിയിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 2 നമുക്ക് നോക്കാനുള്ളത് റോൾ ആൻഡ് റെലവൻസ് ഓഫ് ജേർണലിസം ആണ്. അതായത് എന്തുകൊണ്ടാണ് ജേർണലിസം ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ജേർണലിസം അപ്ലിക്കബിൾ ആവുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏതിൽ നോക്കാനുള്ളത്. ഈ ഒരു യൂണിറ്റ് 2 നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഈ ജേർണലിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെയും പീപ്പിളിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മിഡിൽമാൻ ആയിട്ടാണ് ജേർണലിസം വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസും പോളിസീസും കാര്യങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാനും നിൽക്കുന്ന ഒരു ഡെമോക്രസിയുടെ തന്നെ ഒരു 4th പില്ലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഡെമോക്രസി കനോട്ട് ഫങ്ഷൻ വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ജേർണലിസം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജേർണലിസം നമുക്ക് ഏതൊക്കെ ഫീൽഡിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ജേർണലിസത്തിൻ്റെ ആവശ്യകത വരുന്നത്, അതിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ആദ്യം പറയുന്നത് റിസർച്ച് ആൻഡ് ജേർണലിസം എന്നുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് നിന്നുള്ള ഇൻഫർമേഷൻ മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ജിപ്സികളായിരുന്നു. ജിപ്സീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കില്ല, അവരിങ്ങനെ മാറി മാറി സ്ഥലങ്ങൾ സഞ്ചരിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ജിപ്സീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവരായിരുന്നു ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അവരൊരു സ്ഥലത്ത് കുറച്ച് നാൾ താവളമടിച്ച് ഇരിക്കുന്ന സമയത്ത് അവരൊരു പുതിയ കാര്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അവരത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവരതിനെയും കൊണ്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. സോ ഈ ഒരു ഇൻവെൻഷൻ എവിടേക്കും എത്തി, അടുത്ത സ്ഥലത്തേക്കും എത്തി എന്നുള്ള രീതിക്കാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു റിസർച്ചിലൂടെ അല്ലെങ്കിൽ പുതിയൊരു കാര്യം വേറൊരു ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ സബ്ജക്റ്റിലുമുള്ള റിസർച്ചിനെ ജേർണലിസം കണക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, എന്തെങ്കിലും ഒരു പുതിയൊരു സ്പീഷീസ് കണ്ടുപിടിച്ചു, പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു, പുതിയൊരു കാര്യം ഇന്നവിടെ ഇൻവെൻറ്റ് ചെയ്തു, പുതിയ റോബോട്ടിക്സിൻ്റെ കണ്ടുപിടിച്ചു, പുതിയൊരു കാര്യം വന്നു എന്നുള്ളതെല്ലാം നമുക്ക് എവിടെ കാണാൻ പറ്റും, ന്യൂസ് പേപ്പേഴ്സിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒരു ഡിസ്കവറി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ജേർണൽസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഇൻവെൻഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ അതിന് നേച്ചറാണെന്നുണ്ടെങ്കിലും കോസ്മോസ് ആണ് എന്നുണ്ടെങ്കിലും സയൻസ്, മെഡിസിൻ, റോബോട്ടിക്സ് ഇങ്ങനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാടധികം ജേർണൽസ്, മാഗസീൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, പുതിയ ഇൻവെൻഷൻസ് എല്ലാം ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ കണ്ടുപിടിച്ച് വരുന്ന R&D ഡിപ്പാർട്ട്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്ന പുതിയ ഇൻവെൻഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറേയധികം വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. സയൻസ് ഡെയിലി എന്നുള്ള സാധനമൊക്കെ സയൻസിൻ്റെ ന്യൂസും ആർട്ടിക്കിൾസും എല്ലാം പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് ഗ്ലോബൽ വാർമിംഗ്, ഇവല്യൂഷൻ, ഹെൽത്ത്, മെഡിസിൻ ഒക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം. അമേരിക്കൻ മാഗസിൻ എന്ന് പറയുന്ന 1995 തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു മാഗസിനായിരുന്നു. അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ള റിസർച്ചിൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെ ആവശ്യകതയുണ്ട്, ജേർണലിസത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഒരാളൊരു കാര്യം കണ്ടുപിടിച്ചിട്ട് അത് ലോകം അറിയാതെ, ആരും അറിയാതെ ഇരിക്കുന്നത് വലിയ അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. സോ ഒരു കണ്ടുപിടുത്തം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തത്തിൻ്റെ. സോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്, ഈ ഒരു ജേർണലിസം എന്നുള്ളതിലൂടെയാണ് എത്തിക്കുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ജേർണലിസം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് വരുന്നത്. നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറച്ചൊന്ന് മുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ജേർണലിസം ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇൻഫോമിങ് പീപ്പിൾ എന്നുള്ളതാണ് ജേർണലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ജേർണലിസത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. സോ ഡെവലപ്മെൻറ്റിന് എന്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഈ ഒരു ജേർണലിസം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് റെസ്ക്യൂ ആക്ടിവിറ്റി ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്.
റെസ്ക്യൂ ആക്ടിവിറ്റീനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തന്നെ തോന്നുന്നു. നമ്മളുടെ 2018 വന്നിട്ടുണ്ടായിരുന്ന പ്രളയം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2018 സിനിമയൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അല്ലാതെ തന്നെ നമ്മൾ അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി ഉണ്ടായിരിക്കുക, അതിനെക്കുറിച്ച് ഓർമ്മകളുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. സോ 2018 ജേർണലിസത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു തന്ന ഒരു വർഷമാണ് നമ്മുടെ 2018 എന്ന് പറയുന്നത്. എല്ലാ മീഡിയയും ആക്റ്റീവ്ലി ഇൻവോൾവ് ആയി ഒന്നടങ്കം ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ ആ ഒരു അതിജീവനം നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ മീഡിയയും കണക്ട് ചെയ്ത് അതോറിറ്റീസിനെയും ഹെൽപ്പിംഗ് ഹാൻഡിനെയും എല്ലാവരും റിസ്ക് ഉള്ള ആൾക്കാരുടെ അടുത്ത് കണക്ട് ചെയ്യിപ്പിച്ച് എവിടെയാണ് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവിടേക്ക് സഹായം എത്തിക്കാനൊക്കെ ജേർണലിസം ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഉണ്ടായിരുന്നത്. നമ്മളുടെ വാട്സപ്പും ഫേസ്ബുക്കും ടെലഗ്രാം ഗ്രൂപ്പുകളും എല്ലാം കുറച്ചൊരു കൺട്രോൾ റൂംസായി മാറി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പോസ്റ്റേഴ്സ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ അവയർനെസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം ടെലിവിഷൻ ചാനൽസൊക്കെ 24/7 ഹെൽപ്പ് ലൈൻ സെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആപത്ത് ഉണ്ടാവുന്ന സമയത്ത് അവിടേക്കുള്ളൊരു റെസ്ക്യൂ ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മളിലേക്ക് യഥാസമയം എത്തിക്കാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ജേർണലിസം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉരുൾപൊട്ടൽ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിച്ച് അവരിൽ നിന്നും സഹായങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നത് വയനാടാണെന്നുണ്ടെങ്കിലും അവിടേക്കെല്ലാം സഹായങ്ങൾ എത്തിക്കാനും അതിൻ്റെ റെസ്ക്യൂ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ജേർണലിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്. ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഒക്കെ ഡെവലപ്മെൻറ്റിന് ജേർണലിസം ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മളുടെ മാഗസീൻസ്, ഡെയിലീസ് ഒക്കെ നമുക്ക് വരാന്ത പതിപ്പുകളാവട്ടെ ആഴ്ച പതിപ്പുകളാവട്ടെ എല്ലാം നമുക്ക് എന്തുണ്ടായിരുന്നു പണ്ട് മുതലേ തന്നെ ജേർണലിസത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. നമ്മളുടെ ലിറ്റററി വർക്ക്സിൻ്റെ സ്റ്റോറീസ്, ആർട്ടിസ്റ്റ് അവരുടെ വർക്കുകൾ എല്ലാം തന്നെ എന്ത് വരാറുണ്ട്? റിവ്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ആണ് സിനിമ ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്. സിനിമ നമുക്ക് ആക്ച്വലി ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം തന്നെ ഓൾമോസ്റ്റ് 2000-ലധികം സിനിമകളുടെ റിലീസാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ബംഗാളി അങ്ങനെയൊക്കെ പല ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഡിഫറെൻറ്റ് ജോണേഴ്സിൽ ത്രില്ലേഴ്സ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് കോമഡീസ്, ഗോസ്റ്റ് ഫിലിംസ്, ആനിമേറ്റഡ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ജോണേഴ്സിലെ ഡിഫറെൻറ്റ് മൂവീസാണ് റിലീസായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റിലൂടെ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മീഡിയമാണ് സിനിമാസ് എന്ന് പറയുന്നത്. നമ്മളുടെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഫിലിം ക്ലബ്സ് ഉണ്ട്, റിവ്യൂസ് നമ്മൾ മൂവീസിൻ്റെ കാണാറുണ്ട്. അതുപോലെ തന്നെ ട്രോളുകളിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. ന്യൂസ് പേപ്പേഴ്സിൽ തന്നെ ഫിലിംസിൻ്റെ റിവ്യൂസിന് വേണ്ടിയിട്ടുള്ള കോളംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജേർണലിസത്തിന് സിനിമയിലും അത്ര അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് മാർക്കറ്റ് ആൻഡ് ജേർണലിസം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. നമ്മളെല്ലാവരും സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. പെന്ന്, പെൻസിൽ, ക്ലോത്ത്, ഫുഡ്, ഫർണിച്ചർ പോലെയുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമ്മൾ വാങ്ങുന്ന ആൾക്കാരാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ജേർണലിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ന്യൂസ് പേപ്പേഴ്സിൽ നമുക്ക് ആഡ്സ് കാണാൻ പറ്റും, പോസ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ TV-യിൽ നമുക്ക് ആഡ്സ് കാണാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ആഡ്സ് കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എത്രത്തോളം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ അധികം ഇൻസ്റ്റ പേജസിലൂടെ നമ്മളിപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റ മാത്രമല്ല ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസാണ് എന്നുണ്ടെങ്കിലും. ദെൻ പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയയ്ക്ക് അഡ്വർടൈസ്മെൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്താണുള്ളത്. സോ അത്ര അധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നത് എവിടെയാണ്? ജേർണലിസത്തിലൂടെയാണ്. സോ ഇത്ര അധികം ഏരിയാസിൽ, അതായത് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? ജേർണലിസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജേർണലിസത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു റോളാണ്. അത് അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.